എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് നേരത്തെ എണീറ്റു കുളിച്ച് വിളക്ക് കൊളുത്താണ്. നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുമാത്രമല്ല, കാലത്ത് നേരത്തെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ആര് വന്നാലും നമ്മൾ വൃത്തിയായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അണ്ടകുണ്ട വേഷത്തിലായിരിക്കും നിൽക്കുക. അങ്ങനെ അടുക്കളയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഊത്തപ്പമാണ് ഉണ്ടാക്കണേ കേട്ടോ. ഊത്തപ്പം എന്ന് വെച്ചാൽ നമ്മൾ ദോശമാവിൽ ഉഴുന്ന് കുറച്ച് ഉലുവ കുറച്ച് കൂട്ടി എണ്ണയിൽ നല്ലോണം മുരിയിച്ചെടുക്കുന്നതാണ് ഊത്തപ്പം. ഒരു പുറട്ട് അടച്ചു വെച്ച് മുരിയിച്ച് മറിച്ചു വിട്ട് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഊത്തപ്പം റെഡിയാട്ടോ. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഉള്ളിച്ചമ്മന്തിയാണ്. നമ്മുടെ സബോളയും മുളക് പൊടിയും ഉപ്പും കൂടി മിക്സിയിൽ അരച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടാണ്. ഊത്തപ്പം ഉള്ളിച്ചമ്മന്തി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വച്ചിട്ട് ഞാൻ നനയ്ക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ 6:30 ആകുമ്പോഴേക്കും ട്യൂഷൻ കുട്ടികൾ വരും. അപ്പോൾ അവർ വരുന്നതിന് മുൻപ് തന്നെയായിട്ട് കുറേയൊക്കെ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാണ്. കാരണം നല്ല വെയിലാണ് 8 മണിയാകുമ്പോഴേക്കും. അപ്പം നമുക്ക് ഭയങ്കര ക്ഷീണമാവും ആ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ 6:30-ക്ക് മുൻപായിട്ട് പറ്റാവുന്നതും കുറേയൊക്കെ നനച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി ഇരുട്ടാണ് കേട്ടോ. ഒരു 6 മണി ആവാറായിട്ടേ ഉള്ളൂ. എന്നാലും ചുറ്റുമുള്ള ലൈറ്റ് ഇട്ടിട്ട് ഞാൻ നനയ്ക്കുകയാണ്. ഞാൻ നനയ്ക്കുമ്പോൾ നല്ലോണം നനച്ചു കൊടുക്കും. ചെടികളൊക്കെ ഇങ്ങനെ ആ ഇലയമേലേക്കൊക്കെ വെള്ളം തളിച്ചു കൊടുത്ത് അവരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടേക്ക് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് വേറെ ഒരു ക്ഷീണവും ഇല്ല, ഭയങ്കര സന്തോഷമാണ്. ഇതെൻ്റെ ഇടതുവശത്തെയും വലതുവശത്തെയുള്ള മതിലാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ നല്ല വെള്ള കടലാസ് റോസാണ് വെച്ചിരിക്കുന്നത്. വെള്ള കടലാസ് റോസ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന കടലാസ് റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ വീഡിയോയിൽ. അത് ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ആളുകളൊക്കെ നോക്കി പോകാറുണ്ട്. ഈ ചെടി ഒരു കട വച്ചാൽ നല്ലതാണ് കേട്ടോ. നല്ലോണം പൂക്കളുണ്ടാവും. എപ്പോഴും പൂക്കളാണ്. ഇത് കാർ പോർച്ചിലുള്ള ഒരു ചുമരാണ്. ഇതിലത്തെ കലാപരിപാടികൾ ഞാൻ ചെയ്തത് തന്നെയാണ് കേട്ടോ. കുറച്ച് പുട്ടി പൗഡർ പെയിൻ്റ് അടിക്കാർ പോയപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഒപ്പിച്ചിരിക്കുന്നതാണിത്. അങ്ങനെ ഇന്ന് അഡീനിയൻ ചെടികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കടയിലൊക്കെ നിറച്ച് പുല്ലാണ്. കുറച്ച് നാളായി അവറ്റേനൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ അതിലത്തെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ആ പോട്ടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ചമ്മലുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാവങ്ങളൊക്കെ എൻ്റെ മുഖത്ത് വിരിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പോട്ടുകളൊക്കെ പെയിൻ്റ് അടിച്ച് ഭംഗിയായിട്ട് വയ്ക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി. നമ്മൾ ചെടികളെ എത്ര ശ്രദ്ധിക്കുന്നു, എത്ര വളമിട്ട് കൊടുക്കുന്നു, അവ അതിനനുസരിച്ച് നമുക്ക് ഫലം തരൂട്ട പൂക്കളായിട്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എന്തോ ഒരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിങ് തകൃതിയായിട്ട് നടക്കാനുള്ള ശ്രമത്തിലാണ്. നിങ്ങളൊരു വാർത്ത കേട്ടിരുന്നു, 2025 മിസ്സിസ് ഇന്ത്യയായിട്ട് ഡോക്ടർ ആലീസ് മാത്യുവിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട്. 71കാരിയാണ് അവർ. അവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് കേട്ടോ. നല്ല ഊർജ്ജസ്വലതയായിട്ടുള്ള ഒരു ചേച്ചിയാണ് അവർ അമേരിക്കയിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്ന് സെറ്റിലാക്കിയിരിക്കുകയാണ്, മക്കളെ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരും മിസ്സിസ് ഇന്ത്യയായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ്. കാരണം മിസ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കുന്നതല്ലേ. 25, 30, 40 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ 71കാരിയായി അവർക്കത് കിട്ടിയെന്ന് പറയുമ്പോൾ എന്താ പറയുക, മാഡം ഹാറ്റ്സ് ഓഫ് അല്ലേ നമുക്ക്. അപ്പോൾ അവർ തെളിയിച്ചിരിക്കുകയാണ് പ്രായം വെറും ഒരു നമ്പറാണെന്ന് നമുക്ക് തെളിയിച്ച് തന്നിരിക്കുകയാണ്. നമുക്കും അതേ 50, 60 വയസ്സായി എന്നൊക്കെ പറഞ്ഞ് നമ്മളും അതേ വലിയ പ്രായമായി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ 50, 60 വയസ്സൊന്നും ഒരു പ്രായമല്ല. ഇനി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ഈ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് 60 വയസ്സായി 50 വയസ്സായി എന്നൊന്നും വിചാരിച്ച് നമ്മൾ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇനിയും പരിശ്രമിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാം. പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചട്ടികളൊക്കെ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പരമാവധി ഞാനതിന് ശ്രമിക്കാറുണ്ട്. ഞാൻ വോളുമ്പോൾ മണി പ്ലാന്റൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചിലർ പറയും കേടാവും, വോള് കേടാവും എന്നൊക്കെ പറയും. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്കിത് മതിലുമേക്ക് പിടിച്ച് കയറി നിൽക്കണ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലായിടത്തും പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമയാണ്.
പച്ചപ്പല്ലേ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നത്. അങ്ങനെ എല്ലായിടത്തും വൃത്തിയാക്കി ഞാൻ അടീനിയം ചെടികളെയൊക്കെ അറേഞ്ച് ചെയ്തു. പുല്ലും കല്ലും ഒക്കെ വലിച്ച് ഞാൻ മാറ്റുന്നുണ്ട്. മണ്ണ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു, അടീനിയൊക്കെ ഒതുക്കി വെച്ചു. ഇന്നത്തെ പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി പ്രായം വെറും ഒരു നമ്പറാണ്. പ്രായമായി എന്ന് പറഞ്ഞിരിക്കാനുള്ളതല്ല നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് എല്ലാവരും ഉണരുക, പ്രവർത്തിക്കുക. ഇനിയുള്ള കുറച്ച് കാലേ നമ്മുടെ മുന്നിലുള്ളൂ. അത് ഏറ്റവും മാക്സിമം ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. വയസ്സാം കാലത്ത് എവിടെയെങ്കിലും കിടപ്പിലാവുന്ന നേരത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വർഷങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു സന്തോഷത്തിലെങ്കിലും നമുക്ക് കിടക്കാൻ സാധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം. ഫ്രം എലീസിയം ബൈ ജ്യോതി. Thank you.